നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ പുതിയ മോഡലായ F62 എന്ന മോഡലിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂവുമാണ്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തൊരു മോഡലാണ് F62 എന്ന മോഡലിൻ്റെ അൺബോക്സിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു മോഡൽ റിവ്യൂ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. അതുപോലെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നതിൽ 97% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുള്ളായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണു സ്റ്റേറ്റിൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണു സ്റ്റേറ്റിൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ ഡിസ്കൗണ്ട് പ്രൈസിനും കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് ഡയറക്റ്റായി കിടക്കാം. അപ്പോൾ ഈ ബോക്സിനകത്ത് തന്നെ ഫോണിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഗാലക്സി F62 എന്ന ഫോണിൻ്റെ മോഡൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സാംസങ്ങിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫോണിൻ്റെ ബോക്സിൽ കാണുന്നത്. ഇനി ഫോണിൻ്റെ സൈഡിലായിട്ട് വളരെ വലുതായിട്ട് ഗാലക്സി എന്ന ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാധാരണ ഗാലക്സിയുടെ ഫോണുകളിലൊക്കെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ബോക്സിൻ്റെ ഭാഗത്ത് വേറെ ഫോണിനെ കുറിച്ച് ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ മെയിൻ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ബോക്സാണ് കിട്ടുക. അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ളൊരു ചെറിയ ബോക്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ബോക്സിനകത്തായിരിക്കും നമ്മൾ സ്ഥിരമായി കാണുന്ന വാറണ്ടി പേപ്പേഴ്സ്, യൂസർ ഗൈഡ്, അതുപോലെ അത്തരം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ ഒരു ബാക്ക് കേസ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ സിം എജക്റ്റിംഗ് ടൂളും ആ ഒരു ചെറിയൊരു ബോക്സിനകത്തോടെ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഫോൺ മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെ ആക്സസറീസാണ് കിട്ടുന്നത് നോക്കാം. നമുക്കിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. 25 വാട്ട്സിൻ്റെ ഒരു പവർഫുള്ളായ ചാർജറാണ് കൊടുക്കുന്നത്. കാരണം ഈ ഫോണിൻ്റെ ബാറ്ററി അങ്ങനെ 7000 mAh ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഒരു 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു ചാർജിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് C to C കേബിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ ആക്സസറീസ് ആയി കിട്ടുന്ന കാര്യങ്ങൾ. നമുക്കിനി ഫോൺ ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് M സീരീസിന് ശേഷം പുതിയൊരു സീരീസ് ഇറക്കിയാണ് F സീരീസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കിയൊരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, വളരെ ഒരു ഗ്ലോസി ആയിട്ടുള്ള വളരെ ഒരു തിളക്കമുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് മുൻപ് ഇറങ്ങിയ F42 എന്ന 1-2 മോഡലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 3 കളർ വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ മുകളിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലൈനുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ ലൈനുകളൊക്കെ ആയിട്ട് അതൊരു ഗ്ലോസി ഫിനിഷിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഫോണിൻ്റെ ക്യാമറ മോഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ F12 മോഡലിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കൃത്യം സ്ക്വയർ ഷേപ്പിൽ അതിൻ്റെ 4 ക്യാമറകളും വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സാംസങ്ങിൻ്റെ ലോഗോയും ഇവിടെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡാണ് ശരിക്കും ബാക്ക് സൈഡ് വരുന്നത്. ഇനി ഫോൺ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും കാണാൻ സാധിക്കും. ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് ഈ ഫോണിൻ്റെ ഓൺ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ളത്. ഇനി താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ടൈപ്പ് C ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും. സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കാണാൻ സാധിക്കും. 3.5 mm ഓഡിയോ ജാക്കും കാണാൻ സാധിക്കും. അതുപോലെ അതായത് ഈ ഫോണിൻ്റെ കൂടെ നമുക്കൊരു ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ കൂടി ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഹെഡ്സെറ്റ് വേണമെങ്കിലും യൂസ് ചെയ്ത് ഈ ഫോണിനകത്ത് ഉപയോഗിക്കേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്കൊക്കെ തോന്നിക്കുന്ന ഡിസൈനാണ്. ഒരു 20,000 അബവ് വരുന്നൊരു മോഡലാണിത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൻ്റെ എല്ലാവിധ ഒരു ഭംഗിയും കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് ഈ F62 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ ഓണാക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഫോൺ ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് മൊബൈൽ ഫോണുകളുടെ വീഡിയോകൾ അൺബോക്സിംഗ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാംസങ്, ഓപ്പോ, വിവോ, LG, നോക്കിയ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ ഫോണുകളുടെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും യൂസ്ഫുള്ളായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ F62 എന്ന മോഡൽ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫോൺ ഓണായി കഴിയുമ്പോൾ കാണുന്ന ഇതിൻ്റെ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത്. വളരെ ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഫോണത് വന്നിട്ടുള്ളത്.
ഇതൊരു 6.7 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ അമോ LED ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്തൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഈ ഒരു മോഡലിനകത്ത് വന്നിട്ടില്ല. വളരെ അരികില്ലാതെ വളരെ വെസൽലെസ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു ഫുൾ വ്യൂ നമുക്ക് അനുഭവം കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫോണിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ നോട്ട് 10 ലൈറ്റ് സീരീസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഫോണകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പഞ്ച് ഹോളായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ടച്ച് റെസ്പോൺസാണ്. വളരെ നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസ് ഈ ഫോണിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ അത്യാവശ്യം ഗെയിമിംഗ് കളിക്കുന്ന ആളായെങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസ് കിട്ടുന്ന ഒരു ടച്ച് ഡിസ്പ്ലേ ആണ് ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേ ഒരു LED ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കിയാലും വളരെ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സും നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ പറയാനുള്ള കാര്യം, ഈ ഫോണിനകത്ത് നമുക്ക് ഇൻബിൽട്ടായിട്ട് കുറച്ച് ആപ്പുകൾ ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അത് സ്നാപ്ചാറ്റ്, ഫോൺ പേ, ഡെയിലി ഹണ്ട് അങ്ങനെ കുറച്ച് ആപ്പുകൾ ഇൻബിൽട്ടായിട്ട് ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ച് വലിയൊരു ഫോണാണ്. 6.7 ഇഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വളരെ വലിയൊരു മൊബൈലാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയേണ്ട കാര്യം, ഇനി ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോണിൻ്റെ മോഡൽ നെയിം, അതുപോലെ F62 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ IMEI നമ്പർ കാര്യങ്ങൾ, പിന്നെ ഈ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ One UI വേർഷൻ 3.1 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മൊബൈലാണ് ഈ ഒരു മോഡൽ ഫോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഒരു ആൻഡ്രോയിഡ് 12 ഒരു അപ്ഡേഷനൊക്കെ തീർച്ചയായിട്ടും ഈ ഫോണിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് ബാറ്ററി സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 7000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ 7.5 mAh ആണ് ഈ ഒരു മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടിയ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം ഒരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഗെയിമിങ്ങൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഗെയിമിങ്ങിനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ചാർജിന് വേണ്ടിയിട്ട് ഒരു 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജും കൊടുക്കുന്നുണ്ട്. സാധാരണ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജാണ് കൊടുക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു 7.5 mAh ബാറ്ററി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു 10 വാട്ട് കൊണ്ട് കൂട്ടിയിട്ട് 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജ് ഈ ഫോണിനകത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ക്യാമറ കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. 64 മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ക്യാമറയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫോണിൻ്റെ ക്യാമറയിൽ എടുക്കുന്ന 1-2 ഫോട്ടോകൾ സാമ്പിൾ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ക്യാമറയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്ക് ക്യാമറയ്ക്ക് അത് സിംഗിൾ ടേക്ക് മോഡ് വരുന്നുണ്ട്, അതുപോലെ ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. 4K റെസൊല്യൂഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. മോഡ് സെറ്റിങ്സിനകത്ത് AR ഡൂഡിൽ പ്രൊഫഷണൽ മോഡ്, പാനോറമ മോഡ്, ഫുഡ് മോഡ്, നൈറ്റ് മോഡ്, മാക്രോ മോഡ്, പോർട്രേറ്റ് വീഡിയോ മോഡ്, ഫുൾ HD വീഡിയോ മോഡ്, അങ്ങനെ സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ ക്യാമറ കാറ്റഗറിക്ക് അതും കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് മൊബൈൽ അല്ല എങ്കിൽ കൂടി ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ ക്യാമറയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യാം. കാരണം ആ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഗെയിമിങ്ങിന് മാത്രമല്ല അത്യാവശ്യം ക്യാമറയ്ക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു മോഡലാണ് F62 എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 32 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ 32 മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അത്യാവശ്യം ഒരു മാക്സിമം ക്വാളിറ്റി കിട്ടുന്ന ഒരു പിക്ചേഴ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം സൂം ചെയ്താലും ഇതിൻ്റെ ക്ലാരിറ്റി പോകാത്ത രീതിയിലുള്ളൊരു ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഫോണിൻ്റെ സ്ക്രീനിൽ തന്നെ സെൻട്രലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പഞ്ച് ഹോളായിട്ടുള്ള ഒരു ക്യാമറയാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്യാമറയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ തൊട്ടടുത്തായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Exynosൻ്റെ 9825 എന്നൊരു പ്രോസസ്സറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗെയിമിങ്ങിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രോസസ്സറാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിലുള്ളൊരു ടച്ച് റെസ്പോൺസും സ്ക്രീൻ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സൂപ്പർ AMOLED ഫുൾ HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതിൻ്റെ സാർ വാല്യൂ എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ഹെഡിനും ബോഡിക്ക് വളരെ കുറവാണ്. 0.739 ഈ ഫോണിൻ്റെ സാർ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 7000 mAh വളരെ പവർഫുള്ളായൊരു ബാറ്ററിയും അതിൻ്റെ കൂടെ തന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും വരുന്നുണ്ട്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ, അതായത് ക്യാമറയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റ് 2 വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. 6GB RAM 128GB സ്റ്റോറേജുള്ള ഒരു വേരിയൻറ്റും അതുപോലെ 8GB RAM 128GB ഉള്ള മറ്റൊരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇതിൻ്റെയൊക്കെ പ്രൈസ് എപ്പോൾ വേണമെങ്കിലും പ്രൈസ് ഹൈക്കോ അതുപോലെ പ്രൈസ് ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പ്രൈസ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓഫറുകളോ ഡിസ്കൗണ്ടുകളോ അതുപോലെ സർവീസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റേതൊരു ഫോണിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്യുക.